തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു. ഒപ്പം ഈ കുടിവെള്ള വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ആറ്റുകാൽ, ഐരാണിമുട്ടം എന്നിവിടങ്ങളിൽ വെള്ളം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 4 ദിവസത്തെ ദുരിതത്തിന് ശേഷം ഇന്നലെ രാത്രിയാണ് പമ്പിംഗ് ഭാഗികമായി പുനരാരംഭിച്ചത്. വെള്ളക്ഷാമം കാരണം നഗരസഭാ പരിധിയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 4 ദിവസത്തിലധികം കടന്നു. ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി. നമുക്കറിയാം, കുടിവെള്ളമൊക്കെ കിട്ടാതെ വരുമ്പോൾ ഒരു പ്രതിസന്ധി ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് കടന്നിരിക്കുന്നു. കുടിവെള്ള വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. എവിടെയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, ഇനി എവിടെയൊക്കെ കിട്ടാനുണ്ട്, ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പറയുന്നത്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 4 ദിവസമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ 44 വാർഡുകളിലാണ് ഈ കുടിവെള്ളം മുടങ്ങിയിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നഗരസഭയിൽ വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് പമ്പിംഗ് ആദ്യമായിട്ട് ആരംഭിച്ചത്. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടി വെള്ളം എത്തും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കിപ്പം അറിയാൻ കഴിയുന്ന വിവരങ്ങൾ, ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ്റുകാൽ, ഐരാണിമുട്ടം ഭാഗങ്ങളിലൊക്കെ വെള്ളം കിട്ടി. ഇപ്പോൾ നമ്മൾ വിളിച്ചന്വേഷിച്ചത് പ്രകാരം കഴിഞ്ഞ ദിവസം ഏറെ ജലപ്രതിസന്ധി നേരിട്ടിരുന്ന സ്ഥലമായിരുന്നു തീരപ്രദേശമായിട്ടുള്ള പൂന്തുറ, വലിയതുറ ഭാഗങ്ങൾ. ഇവിടെ പൂന്തുറയിൽ വെള്ളം എത്തി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉയർന്ന പ്രദേശങ്ങളിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വെള്ളം എത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 5-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണി മുതലാണ് തിരുവനന്തപുരത്ത് ഈ ജലവിതരണം മുടങ്ങിയത്. ഈ തിരുവനന്തപുരം അതുപോലെ തന്നെ നാഗർകോവിൽ ഈ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടായിരുന്നു ശരിക്കും ആദ്യമായി ഒരു അറ്റകുറ്റി പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജലവിതരണം മുടങ്ങിയത്. ഇതിൽ ആദ്യം വാട്ടർ അതോറിറ്റി മുൻകൂറായിട്ട് നൽകിയിരുന്ന ഒരു അറിയിപ്പെന്ന് പറയുന്നത് രാവിലെ 5 തൊട്ട് ശരിക്കും 5-ാം തീയതി രാവിലെ 8 മണി മുതൽ 6-ാം തീയതി രാവിലെ 8 മണി വരെ ആയിരുന്നു ജലവിതരണം മുടങ്ങുമെന്നുള്ള അറിയിപ്പായിരുന്നു തിരുവനന്തപുരം നഗരവാസികൾക്ക് നൽകിയിരുന്നത്. അതായത് 24 മണിക്കൂർ മാത്രമാണ്. പക്ഷേ ഈ പണി നീണ്ടുപോയതിനാൽ പിന്നെ അത് 2 ദിവസമാക്കി നീട്ടുകയുണ്ടായി. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് തന്നെ ഈ പണികൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നു. റെയിൽവേ നൽകിയ നിർദ്ദേശപ്രകാരമാണ് കിള്ളിപ്പാലം CIT റോഡിൻ്റെ ഭാഗത്തുള്ള ഒരു പൈപ്പ് ലൈൻ, അതിലൊരു ബെൻഡ് ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് വാട്ടർ അതോറിറ്റി ഈ പൈപ്പ് ലൈൻ മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഈ പൈപ്പ് ലൈൻ മാറ്റുന്ന പണികൾ എത്തിയെങ്കിലും ശനിയാഴ്ച പുലർച്ചെ ഈ പൈപ്പ് ലൈൻ മാറ്റി വാൽവ് അടയ്ക്കുന്ന ഭാഗം വന്നപ്പോൾ അതിൽ ചോർച്ച സംഭവിച്ചു. ആ ചോർച്ചയെ തുടർന്നുള്ള പണികളായിരുന്നു കഴിഞ്ഞ രാത്രി വരെ നീണ്ടുപോയത്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ 32 വാർഡുകളിൽ പൂർണ്ണമായിട്ടും 12 വാർഡുകളിൽ ഭാഗികമായിട്ടുമുള്ള ജലവിതരണം എന്തായാലും തിരുവനന്തപുരം നഗരത്തെ ആകെ, ജനങ്ങളെ ആകെ തന്നെ അവരുടെ ജീവിതത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പഠനത്തെ ബാധിച്ചു, തൊഴിലിനെ ബാധിച്ചു. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കായിരുന്നു കഴിഞ്ഞ 4 ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ജനജീവിതത്തെ ഈ കുടിവെള്ള വിതരണം മുടങ്ങിയപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ രാത്രി 10 മണിയോടുകൂടി തന്നെ ആദ്യത്തെ പമ്പിംഗ് ആരംഭിച്ചു. ഐരാണിമുട്ടത്തിൽ തന്നെ വലിയൊരു ടാങ്കുണ്ട്. ആ ടാങ്കിൽ നിന്നുള്ള ജലവിതരണം ആരംഭിച്ചപ്പോൾ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിത്തുടങ്ങി. അർദ്ധരാത്രിയോടുകൂടി തന്നെ ഇന്നിപ്പോൾ പുലർച്ചെ ആറ്റുകാൽ, ഐരാണിമുട്ടം ഭാഗങ്ങളിൽ വെള്ളം എത്തി. ഇനി നമുക്ക് അറിയേണ്ടുന്നത് ഉയർന്ന ഭാഗങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ ഉയർന്ന ഭാഗങ്ങളിൽ എവിടെയൊക്കെ വെള്ളം എത്തി തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്ഡേറ്റുകൾ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും. ശ്രുതി, ഒപ്പം തന്നെ അരുൺ, ഈ ഇന്നലെ രാത്രി പമ്പിംഗ് ഭാഗികമായി പുനരാരംഭിച്ചു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ വാൾവിൽ തകരാറില്ല എന്നും പറയുന്നു. ശരിക്കും എന്താണ് ഈ സംഭവിച്ചത്? അധികൃതരുടെ ഭാഗത്തു നിന്നും എന്ത് രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ലഭിക്കുന്നത്? ശ്രുതി, തുളസി, ഈ കരമന അതുപോലെ തന്നെ മേലാർന്നൂർ ഭാഗത്തും ജഗതി ഭാഗത്തുള്ള 2 പൈപ്പ് ലൈനുകൾ, അതായത് 700 mm DI പൈപ്പ് ലൈനും അതുപോലെ 500 mm DI, ഈ 2 പൈപ്പ് ലൈനുകളാണ് മാറ്റിയത്. ഈ 2 പൈപ്പ് ലൈനുകൾ മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ അലൈൻമെൻറ്റിലുണ്ടായ ഒരു വ്യത്യാസമാണ് ശരിക്കും ഒരു ചോർച്ചയിലേക്ക് കടന്നത്. ശനിയാഴ്ച രാവിലെ ഈ പൈപ്പ് ലൈൻ പണികൾ പൂർത്തിയാക്കി ജലവിതരണം ആരംഭിച്ചെങ്കിലും ലീക്കേജ് ഉണ്ടായതിനെ തുടർന്നാണ് ശരിക്കും വീണ്ടും ഈ ജലവിതരണം മുടങ്ങിയത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, PTP നഗറിലൊരു വാട്ടർ ടാങ്കുണ്ട്. ഈ PTP നഗറിലുള്ള ജലവിതരണമാണ് തിരുവനന്തപുരത്തെ ഹൃദയഭാഗത്തുള്ള സെക്രട്ടേറിയറ്റ് ഭാഗങ്ങളിൽ എല്ലായിടത്തും വെള്ളം എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീൻ അടക്കമുള്ളവ അടയ്ക്കുന്ന ഒരു ഘട്ടത്തിലെത്തി വലിയൊരു പ്രതിഷേധത്തിലേക്ക് നഗരസഭയിൽ BJPയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടന്നു. ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇവിടെ PTP നഗറിലെ വാട്ടർ ടാങ്ക് ജലവിതരണം സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് പിന്നെയുള്ള പണികൾ കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ടുള്ള പണികൾ കടന്നുപോയത്. എന്തായാലും കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി തന്നെ
വീണ്ടും വാൽവ് പണി പൂർത്തിയാക്കിയെങ്കിലും അതിൻ്റെ അലൈൻമെൻറ്റ് മാറുകയും വീണ്ടും മണിക്കൂറുകളോളം പണികൾ പൂർത്തിയാക്കിയാണ് ഇന്നലെ രാത്രി ഈ ജലവിതരണം അർദ്ധരാത്രിയോടുകൂടി ആരംഭിച്ചത്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 4 ദിവസങ്ങളിൽ 2 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഈ തിരുവനന്തപുരം നഗരത്തെ പല വാർഡുകളിലും നഗരസഭയുടെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്കുകളിൽ ജലം എത്തിച്ചു തുടങ്ങിയത്. ഇതിൽ 40ഓളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ കൊച്ചിയിൽ നിന്നും 10 വാഹനങ്ങൾ കൂടി എത്തിച്ച് 50ഓളം വാഹനങ്ങളിൽ ജലവിതരണം തുടങ്ങും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്തായാലും ഉണ്ടാകും. ജലവിതരണം നിർത്തില്ല എന്ന അടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ 50ഓളം വാട്ടർ ടാങ്കുകളിൽ ഇന്ന് ഈ 44 വാർഡുകളിൽ ജലവിതരണം തുടങ്ങും. എന്തായാലും ഈ ജലവിതരണം തുടങ്ങുന്നതിനൊരു ഘട്ടത്തിൽ എവിടെയൊക്കെയാണ് ഇനി നമുക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഉയർന്ന മേഖലകളിൽ ജലവിതരണം എത്താനായിട്ടുള്ളൊരു കാലതാമസം എന്തായാലും ഉണ്ടാകും. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പങ്കുവച്ചൊരു കാര്യമുണ്ട്. ഇന്ന് എന്തായാലും തിങ്കളാഴ്ച ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ 44 വാർഡുകളിലും പൂർണ്ണമായിട്ടും ജലം എത്തിത്തുടങ്ങുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ശ്രുതി നമുക്ക് പങ്കുവെക്കാനുള്ളത്. അരുൺ, അതായത് ഇന്ന് തന്നെ പൂർണ്ണമായിട്ടും അതിനൊരു ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതായത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തന്നെയാണ് അവർ പറയുന്നത്. അതായത് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പൂർണ്ണമായിട്ടും 44 വാർഡുകളിൽ ലഭിക്കും എന്നൊരു ഉറപ്പ് തന്നെയാണോ? ഈ ഉറപ്പ് എങ്ങനെയാണ് ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത്? ഇതിനോട് എന്താണ് അവരുടെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർണ്ണമായിട്ടും ഈ 44 വാർഡുകളിലും പൂർണ്ണമായിട്ടും വെള്ളം എത്തിത്തുടങ്ങുമെന്ന് തന്നെ ഇവർ പങ്കുവെക്കുന്ന നഗരസഭയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം അത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു ജലപ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെ പലരും കുടിവെള്ളത്തെ മിനറൽ വാട്ടറുകൾ അടക്കം വാങ്ങി സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കുടിവെള്ളത്തിനൊക്കെ പെട്ടെന്ന് വിലക്കയറ്റം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കരിഞ്ചന്തയിൽ നിന്നും വെള്ളം വാങ്ങി സൂക്ഷിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നഗരത്തിലെ പലരും അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നുപോയി. 50 രൂപയ്ക്ക് കിട്ടിയിരുന്ന ബാരൽ വെള്ളമൊക്കെ 60ഉം 70ഉമായി മാറുകയും തീരപ്രദേശത്തൊക്കെ നമ്മൾ കടന്നുപോയപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം 170 രൂപയ്ക്ക് വരെ മിനറൽ വാട്ടർ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ജനജീവിതം പോയത്. എന്തായാലും അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമെന്നോണം നമുക്ക് കരുതാം. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ഇന്നോ വൈകിട്ടോടുകൂടി ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ്. അതെ, 4 ദിവസമാണ് മുടങ്ങിയത് എന്നുള്ളതാണ്. അത് ഭാഗ്യമായി പലയിടങ്ങളിലും മുടങ്ങി. അത് എത്രത്തോളം ജനജീവിതത്തെ ബാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ അവരുടെയൊക്കെ പ്രതികരണം കേട്ടതാണ്. ഒപ്പം ഏകോപനത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് മേയർ തന്നെ തുറന്ന് സമ്മതിക്കുകയും ഇന്നലെ രാത്രി പ്രതികരണം വന്നപ്പോൾ അവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ നൽകുന്ന ഉറപ്പ്, അല്ലേ? തീർച്ചയായിട്ടും. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.